Good evening all. സോ നമ്മളുടെ തേർഡ് ഇയറിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിന് മുന്നേയായിട്ട് നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. കാരണം നമുക്കറിയാലോ നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് ലേൺ ചെയ്യുന്നവരാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അത്ര സ്റ്റുഡൻസ് ഒന്നും ആ ഒരു കോഴ്സ് എപ്പോഴും കംപ്ലീറ്റ് ചെയ്യാറില്ല. വളരെ കുറെ കുട്ടികൾ വെച്ച് തുടങ്ങിയിട്ട് നമ്മൾ അവസാനം എത്തുമ്പോഴത്തേക്കും സ്റ്റുഡൻസിന്റെ നമ്പർ ഇങ്ങനെ കുറഞ്ഞാണ് എപ്പോഴും വരാറ്. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു വലിയൊരു ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ടൊക്കെ പഠിക്കുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ തേർഡ് ഇയർ എന്നുള്ള ഫൈനൽ ഇയറിലേക്ക് എത്തിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമുക്ക് നമ്മളുടെ തേർഡ് ഇയറിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ്. ലെറ്റ്സ് ബിഗിൻ അവർ ന്യൂ അക്കാഡമിക് ജേർണി. നിങ്ങളെ സെക്കൻഡ് ഇയർ ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയി ഇനിയിപ്പോ നിങ്ങൾ തേർഡ് ഇയറിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് തേർഡ് ഇയറിൽ എന്തൊക്കെയാണ് ഇനി പഠിക്കാൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സിലബസ് ഡീകോഡിംഗ് സെഷൻ ഓഫ് തേർഡ് ഇയർ BA ഇംഗ്ലീഷ്. സോ നിങ്ങളുടെ കോഴ്സസ് നിങ്ങൾക്ക് ടോട്ടൽ ഈ ഇയർ ഒരു 8 പേപ്പേഴ്സ് ആണ് പഠിക്കാൻ വരുന്നത്. നിങ്ങൾക്ക് 8 പേപ്പേഴ്സ് എന്ന് പറയുന്നത് 4 കോർ പേപ്പറും അതുപോലെ 4 ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ്സ് ആണ്. സോ ഈ ഒരു ഇയറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നിങ്ങൾക്ക് കൂടുതലും ഇലക്ടീവ്സ് ഒക്കെ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. നമ്മളുടെ ലിറ്ററേച്ചർ പേപ്പർ അല്ലാത്ത പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ട വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു തേർഡ് ഇയറിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുള്ളി നമ്മളുടെ ലിറ്ററേച്ചർ പേപ്പേഴ്സ് തന്നെയാണ് പഠിക്കാൻ വരുന്നത്. സോ നിങ്ങളുടെ പേപ്പർ ടോട്ടൽ 2 സെറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സെറ്റ് കോർ പേപ്പർ, അതിൽ നിങ്ങൾക്ക് 4 പേപ്പർ ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ്, അതിൽ നിങ്ങളുടെ ലിറ്ററേച്ചർ പേപ്പർ തന്നെയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ടോട്ടൽ 4 പേപ്പർ. അങ്ങനെ നിങ്ങൾക്ക് 8 പേപ്പേഴ്സ് ആണ് ടോട്ടൽ വരുന്നത്. ആൻഡ് ഈ 8 പേപ്പേഴ്സ് നിങ്ങൾ മുന്നേ ഒക്കെ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ജൂണിലായിരിക്കും ഈ പേപ്പേഴ്സിന്റെ ഒക്കെ എക്സാം. അതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് മാർച്ചിൽ എല്ലാ പേപ്പേഴ്സിനും ഓരോ അസൈൻമെന്റ് വീതം 8 അസൈൻമെന്റ് വെക്കാനുണ്ടാവും. സോ നമുക്ക് കോർ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോർ പേപ്പറിൽ ഫസ്റ്റ് വരുന്നത് BEGC 111 വിമൻസ് റൈറ്റിംഗ്. ആൻഡ് സെക്കൻഡ് വരുന്ന പേപ്പർ BEGC 112 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഏർലി 20th സെഞ്ചുറി. ആൻഡ് മൂന്നാമത്തെ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് BEGC 113 മോഡേൺ യൂറോപ്യൻ ഡ്രാമ. ആൻഡ് ഫോർത്ത് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് BEGC 114 പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. ഇത്രയുമാണ് നിങ്ങളുടെ കോർ പേപ്പേഴ്സിൽ വരുന്നത്. ആൻഡ് ഇനി ഈ ഓരോ പേപ്പേഴ്സിനും എന്തൊക്കെയാ പഠിക്കാനുള്ളത് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇനി ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് BEGC ഇവിടെ പേപ്പറിന്റെ കോഡ് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, മിസ്സായി പോയതാണ്. അണ്ടർസ്റ്റാൻഡിങ് പോയിട്രി ആണ് നിങ്ങളുടെ ഫസ്റ്റ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്ന സമയത്ത് BEGE 141 അണ്ടർസ്റ്റാൻഡിങ് പ്രോസ്. ഇനി നിങ്ങൾ നെക്സ്റ്റ് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് BEGE 142 അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമ. ആൻഡ് നെക്സ്റ്റ് പേപ്പർ BEGE 144 അണ്ടർസ്റ്റാൻഡിങ് ദ നോവൽ. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ 8 പേപ്പേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ഇനി നമ്മളെ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള വിമൻസ് റൈറ്റിംഗിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. സോ വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ, എല്ലാതും സ്ത്രീകളുടെ വർക്ക് തന്നെ ആയിരിക്കും. ആ ഒരു സമയത്ത് വന്നിട്ടുള്ള, ഇപ്പൊ നമ്മൾ ആ ഫെമിനിസ്റ്റ് മൂവ്മെന്റിനൊക്കെ ആ സമയത്തൊക്കെ വന്നിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ലിറ്റററി വർക്ക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ മെയിൻ ആയിട്ട് പഠിക്കാനുണ്ടാവുക. സോ നിങ്ങളെ ഫസ്റ്റ് ബ്ലോക്കിൽ ടോട്ടൽ ഓഫ് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു വിമൻസ് റൈറ്റിംഗ് ആണ്. സോ ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എങ്ങനെയാണ് വിമൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി നമ്മളെ റൈറ്റിംഗിലേക്ക് വന്നത്. ആദ്യം നമുക്ക് അറിയാം ഫുള്ളും ജെൻസ് ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നിരുന്നത്, വിമൺ ഒന്നും അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നിരുന്നില്ല. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ആദ്യമൊക്കെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിലും വേറെ സ്യൂഡോനെയിം ഒക്കെ വെച്ചിട്ട് ഒരു മെയിൽ ആ ഒരു ഇതിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നെ എങ്ങനെയാണ് അത് അവർ പുറത്തോട്ട് വന്നത്, അവരുടെ റൈറ്റിംഗ്, അവരുടെ എക്സ്പ്രഷൻ ഒക്കെ എങ്ങനെയാണ് പുറത്ത് വരാൻ തുടങ്ങിയത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റ് 2ലേക്ക് വരുന്ന സമയത്ത് മേരി വോൾസ്റ്റൺക്രാഫ്റ്റിന്റെ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വിമൺ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത്. ആൻഡ് ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു എന്താ പറയുക ഒരു സ്റ്റാർട്ടിംഗ് ആണ്, ഒരു പില്ലർ പോലെ നിൽക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കിപ്പോ ഈവൻ നിങ്ങൾ ഇനിയിപ്പോ PGയിലേക്കൊക്കെ എത്തുന്ന സമയത്തും ഈ ഒരു വർക്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാൻ വരും. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളുടെ ലിറ്ററേച്ചറിൽ വരുന്ന ഒരു വർക്കാണ് ദ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്ന് പറയുന്നത്. യൂണിറ്റ് 3ലേക്ക് വരുന്ന സമയത്ത് A Woman's Retelling of the Rama Tale, The Chandrabadi Ramayana. ഈ ഒരു വർക്കാണ് പിന്നെ നിങ്ങൾക്ക് യൂണിറ്റ് 3ലേക്ക് പഠിക്കാൻ വരുന്നത്.
യൂണിറ്റ് 4ലേക്ക് വരുന്ന സമയത്ത് എ ടെസ്റ്റിമണി ഓഫ് അവർ ഇൻഎക്സോസ്റ്റിബിൾ ട്രഷർ ബൈ പണ്ഡിത രാമബായ്. ഈ ഒരു വർക്കാണ് നിങ്ങൾക്ക് യൂണിറ്റ് 4ലേക്ക് വരുന്നത്. അങ്ങനെ നിങ്ങളെ ഫസ്റ്റ് ബ്ലോക്ക് നിങ്ങൾക്ക് നോൺ ഫിക്ഷണൽ പ്രോസ് ആണ് മെയിൻ ആയിട്ട്. ഇത് ആ ഒരു എസ്സേ ടൈപ്പ് റൈറ്റിംഗ്സ് ആയിരിക്കും ഇതിൽ അധികം വരുന്നത്. അങ്ങനെ ഓരോ യൂണിറ്റ് നിങ്ങൾക്ക് ഓരോ വർക്ക് വീതമാണ് പഠിക്കാൻ വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ പോലെ, ബാക്കി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് 3 വർക്ക് തന്നെയാണ് പഠിക്കാൻ വരുന്നത്. ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പോയട്രി ആണ്. ആൻഡ് 4 യൂണിറ്റ് എന്ന് പറയുന്നത് ഓരോ ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സിന്റെ പോയിംസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് എമിലി ഡിക്കൻസന്റെ വർക്ക്സ് ആണ്. അവർ എഴുതിയിട്ടുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള പോയിംസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് വളരെ ഫേമസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും കേട്ടുപരിചയമുള്ള കമലദാസ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മാധവിക്കുട്ടിയുടെ വർക്കാണ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് ഫുള്ളും പഠിക്കാൻ വരുന്നത്. ആൻഡ് തേർഡ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ലക്ഷ്മി കണ്ണൻ ആൻഡ് ഇന്ദിര സാദ് എന്ന് പറയുന്ന രണ്ട് ഓതേഴ്സിന്റെ വർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ വരുന്നത്. ആൻഡ് യൂണിറ്റ് 4ലേക്ക് വരുന്ന സമയത്ത് നസീം ഷഫായിന്റെ ഒരു പോയിംസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ വരുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ബ്ലോക്ക് 2 പോയട്രി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കമ്മിങ് ടു ബ്ലോക്ക് 3, ഇതിൽ നിങ്ങൾക്ക് ഫുള്ളും ഷോർട്ട് സ്റ്റോറീസ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക. അത് നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് വരുന്നത് എ കപ്പ് ഓഫ് ടീ ബൈ കാതറിൻ മെൻസ്ഫീൽഡ്. കാതറിൻ മെൻസ്ഫീൽഡിന്റെ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ വരുന്നത്. ആൻഡ് യൂണിറ്റ് 2ലേക്ക് വരുന്ന സമയത്ത് ദ ലെഗസി ബൈ വെർജീനിയ വുൾഫ്. സോ വെർജീനിയ വുൾഫ് ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഓതർ ആണ് അല്ലെ. അപ്പൊ ആളുടെ ദ ലെഗസി എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. യൂണിറ്റ് 3ലേക്ക് വരുന്ന സമയത്ത് ദ യെല്ലോ വാൾപേപ്പർ ബൈ ഷാർലറ്റ് പെർകിൻസ്. സോ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നിങ്ങൾക്ക് യൂണിറ്റ് 3യിൽ പഠിക്കാൻ വരുന്നത്. ആൻഡ് യൂണിറ്റ് 4ലേക്ക് വരുന്ന സമയത്ത് എ കിച്ചൺ ഇൻ ദ കോർണർ ഓഫ് ദ ഹൗസ് ബൈ CS ലക്ഷ്മി അംബായ്. സോ ഈ ഒരു വർക്കാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് യൂണിറ്റിൽ പഠിക്കാൻ വരുന്നത്. ഇനി ബ്ലോക്ക് 4 ആണ് കേട്ടോ. ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് നോവൽ സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളം ബൈ അത്ഫിയ ഹുസൈൻ. അപ്പൊ ഈ ഒരു വർക്ക്, ഈ ഒരു നോവലാണ് നിങ്ങൾക്ക് ഫുള്ളും ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ വരുന്നത്. ആൻഡ് ഓരോ യൂണിറ്റിലും ആ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ ആസ്പെക്ട് ആയിരിക്കും. സോ ഏതൊരു വർക്ക് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്തും ആ നോവൽ എഴുതിയിട്ടുള്ള ആ ഒരു കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഏതൊരു റൈറ്റിംഗ് എടുത്തു നോക്കുന്ന സമയത്തും ആ എഴുതിയിട്ടുള്ള ആ ഒരു കാലഘട്ടം അതിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് ആ ഒരു സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആണ്. ആൻഡ് സെക്കൻഡിലേക്ക് വരുന്ന സമയത്ത് റീഡിങ് ദ നോവൽ, ആ നോവലിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഐഡിയ, നിങ്ങൾക്ക് അതിന്റെ ഒരു സമ്മറി പോലെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് യൂണിറ്റിൽ മെയിൻ ആയിട്ട് വരുന്നത്. ആൻഡ് കമ്മിങ് ടു യൂണിറ്റ് 3, നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന തീംസ് ആൻഡ് വിമൻ ക്യാരക്ടേഴ്സ്. സോ ഇതൊരു വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് തന്നെ വിമൻ ക്യാരക്ടേഴ്സിനും വളരെ ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ടാവും. സോ തീംസ് ആൻഡ് വിമൻ ക്യാരക്ടേഴ്സ് ആണ് നിങ്ങളുടെ യൂണിറ്റ് 3യിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആൻഡ് യൂണിറ്റ് 4ലേക്ക് വരുന്ന സമയത്ത് സ്ട്രക്ചർ ഓഫ് ദ നോവൽ, ആ ഒരു നോവലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് ആ ഒരു ലാസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. സോ ഇത്രയാണ് നിങ്ങളുടെ വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക്, ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് പേപ്പർ ആയിട്ടുള്ള ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഏർലി 12th സെഞ്ചുറി BEGC 112. സോ ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് നിങ്ങൾക്ക് മോഡേണിസം എന്ന് പറയുന്ന ആ ഒരു തിയറി അല്ലെങ്കിൽ ലിറ്റററി മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. ആൻഡ് യൂണിറ്റ് 1ൽ നിങ്ങൾക്ക് മോഡേണിസത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഐഡിയ ആണ് നിങ്ങൾക്ക് ആ യൂണിറ്റ് 1ൽ മെയിൻ ആയിട്ട് തരുന്നത്. ആൻഡ് യൂണിറ്റ് 2ലേക്ക് വരുന്ന സമയത്ത് മോഡേണിസം ഇൻ പോയിട്രി, അതാണ് നിങ്ങളുടെ യൂണിറ്റ് 2ലേക്ക് വരുന്നത്. ആൻഡ് യൂണിറ്റ് 3ലേക്ക് വരുന്ന സമയത്ത് അത് മോഡേണിസം ഇൻ നോവൽ ആണ് കേട്ടോ. മോഡേണിസം ഇൻ നോവൽ ആണ് നിങ്ങളുടെ ആ ഒരു യൂണിറ്റ് 3ലേക്ക് വരുന്നത്. ആൻഡ് യൂണിറ്റ് 4ലേക്ക് വരുന്ന സമയത്ത് മോഡേണിസം ഇൻ ഡ്രാമ. സോ ഓരോ ആ തിയറി, മോഡേണിസം എന്നുള്ള ഒരു ലിറ്റററി മൂവ്മെന്റ് എങ്ങനെയൊക്കെയാണ് പോയട്രി, ഡ്രാമ, അതുപോലെ തന്നെ നോവൽ, ഈ മൂന്നിലും എഫക്ട് ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് അതിൽ ചേഞ്ചസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ, ബ്ലോക്ക് 1ൽ മെയിൻ ആയിട്ട് പഠിക്കാൻ വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് നോവലിനെ ബേസ്, നോവൽ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ബ്ലോക്ക് 2ൽ വരുന്നത്. അത് നിങ്ങൾക്ക് ആ ഒരു സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നോവൽ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് തുടങ്ങുന്നത്.
12th സെഞ്ചുറിയിലുള്ള ആ ഒരു നോവൽ എഴുതുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്തുള്ള ഇപ്പൊ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടാവാം, ചിലപ്പോൾ വിമൻസിന്റെ ആ ഒരു ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ കൊളോണിയൽ ആ ഒരു പീരീഡിനൊക്കെ ബേസ് അങ്ങനത്തെയുള്ള ആ ഒരു സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് തുടങ്ങുന്നത്, യൂണിറ്റ് 5 തുടങ്ങുന്നത്. യൂണിറ്റ് 6ലേക്ക് വരുന്ന സമയത്ത് DH ലോറൻസ് ആൻഡ് ദി ബ്രിട്ടീഷ് നോവൽ എന്ന് DH ലോറൻസിന്റെ വർക്ക് ആണ് പിന്നെ നിങ്ങൾക്ക് ആ യൂണിറ്റിൽ പഠിക്കാൻ വരുന്നത്. സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്നത് DH ലോറൻസിന്റെ ഒരു നോവലാണ്. സോ അതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് ആ ഒരു ഓഥറിനെ കുറിച്ചിട്ടും ആളുടെ ആ ഒരു ലൈഫ് ആൻഡ് വർക്ക്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് 6ൽ പഠിക്കാൻ വരും. ആൻഡ് അതുപോലെ തന്നെ ആൾ എഴുതിയിട്ടുള്ള ബ്രിട്ടീഷ് നോവൽസിന്റെ ഒക്കെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾ ആ ഒരു യൂണിറ്റിൽ കാണും. ആൻഡ് യൂണിറ്റ് 7ലേക്ക് വരുന്ന സമയത്ത് സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വർക്കിന്റെ ഒരു ചെറിയൊരു സമ്മറി പോലും അതിന്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസും അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനും അതാണ് നിങ്ങളെ യൂണിറ്റ് 7ലേക്ക് വരുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്. യൂണിറ്റ് 8ലേക്ക് വരുന്ന സമയത്ത് ആ ഒരു വർക്കിൽ സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വർക്കിലെ മേജർ തീംസ് ആൻഡ് കൺസേൺസ് ആണ് ആ ഒരു യൂണിറ്റ് 8ൽ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോവൽ 2 ആണ്, സോറി നോവൽ 2 ആണ് കേട്ടോ അത് വരുന്നത്. സോ നോവലിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾക്ക് വെർജീനിയ വൂൾഫിന്റെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ ഒരു നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമല്ലേ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആ യൂണിറ്റ് 9ലേക്ക് വരുന്ന സമയത്ത്. ആൻഡ് യൂണിറ്റ് 10ലേക്ക് വരുന്ന സമയത്ത് വെർജീനിയ വൂൾഫ് ആസ് നോവലിസ്റ്റ്, വെർജീനിയ വൂൾഫിനെ കുറിച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വർക്കിൽ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. ആൻഡ് യൂണിറ്റ് 11ലേക്ക് വരുന്ന സമയത്ത് മിസസ് ഡാലോവേ എന്ന് പറയുന്ന ആ ഒരു നോവലാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആൻഡ് അതിന്റെ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ് ഈ ഒരു യൂണിറ്റിന് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. യൂണിറ്റ് 12ലേക്ക് വരുന്ന സമയത്ത് മിസസ് ഡാലോവേന്റെ മെയിൻ തീംസ് ആൻഡ് കൺസേൺസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ വരുന്നത്. യൂണിറ്റ് 4ലേക്ക് ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് പോയട്രി ആണ്. ആൻഡ് പോയട്രിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റ് 13ൽ വരുന്നത് WB ഈറ്റ്സിന്റെ ദ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന ഒരു വർക്കാണ്. സോ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയിമാണ് WB ഈറ്റ്സിന്റെ. സോ മേ ബി നിങ്ങൾ വേറെ യൂണിവേഴ്സിറ്റി വേറെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ തന്നെ പഠിക്കാൻ വരുന്ന ഒരു വർക്കാണ് ദ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഈറ്റ്സിന്റെ ഒരു വർക്കാണ് ഇത്. ലൈക്ക് ആ ഒരു ഗോഡ് തിരിച്ചു വരുന്ന സമയത്തുള്ള ആ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് WB ഈറ്റ്സ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. യൂണിറ്റ് 14ലേക്ക് വരുന്ന സമയത്ത് TS എലിയറ്റിന്റെ ജേർണി ഓഫ് ദ മജായി എന്ന് പറയുന്ന ഒരു വർക്കാണ്. അത് മജായി എന്നാണ് കേട്ടോ പ്രൊണൗൺസ് ചെയ്യുക, ചിലപ്പോൾ അത് മാഗി എന്നൊക്കെ വായിക്കാൻ ചാൻസ് ഉണ്ട്. അത് മെജായി എന്നാണ് പ്രൊണൗൺസ് ചെയ്യുക. സോ ഇതും ഒരു പോയമാണ് TS എലിയറ്റിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്, ഒരു പോയമാണ് ജേർണി ഓഫ് ദ മജായി. ആൻഡ് യൂണിറ്റ് 15ലേക്ക് വരുന്ന സമയത്ത് WH ഓഡന്റെ ദ അൺനോൺ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു പോയമാണ്. ഇത് വളരെ രസകരമായ ഒരു പോയമാണ് കേട്ടോ. വായിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു എന്താ പറയാ കുറെ ഒരു എന്താ പറയാ ഒരു ഹ്യൂമർ എലിമെന്റ് ഒക്കെ ഉള്ള ഒരു പോയമാണ് ദ അൺനോൺ സിറ്റിസൺ എന്ന് പറയുന്നത്. ആൻഡ് യൂണിറ്റ് 16ലേക്ക് വരുന്ന സമയത്ത് സ്റ്റീഫൻ സ്പെൻസറിന്റെ I think continually of those who were truly great എന്ന് പറയുന്ന ഒരു പോയമാണ് നിങ്ങളുടെ യൂണിറ്റ് 16ൽ വരുന്നത്. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഏർലി 20th സെഞ്ചുറി എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ നിങ്ങളുടെ പോർഷൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്ന സമയത്ത് മോഡേൺ യൂറോപ്യൻ ഡ്രാമയാണ് നിങ്ങളുടെ നെക്സ്റ്റ് വരുന്ന പേപ്പർ. അതിൽ BEGC 113 ആണ് ഇതിന്റെ പേപ്പർ കോഡ് വരുന്നത്. സോ ഇതിൽ ഓരോ ബ്ലോക്ക് എന്ന് പറയുന്നത് ഓരോ ഫേമസ് ആയിട്ട് വരുന്ന ഡ്രാമയാണ്. സോ ബ്ലോക്ക് 1ൽ നിങ്ങൾക്ക് ഹെൻറി ഇബ്സൺ ഗോസ്റ്റിന്റെ ഒരു വർക്കാണ് വരുന്നത്. ഹെൻറി ഇബ്സന്റെ ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു വർക്കാണ് വരുന്നത്. ആൻഡ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ഇബ്സന്റെ ലൈഫ് ടൈംസ് വർക്ക്സ് ആണ് വരുന്നത്. ആളുടെ ലൈഫും അതുപോലെ തന്നെ ആ ഒരു ലിറ്റററി വർക്ക്സിനെ കുറിച്ചിട്ടും ആളുടെ റൈറ്റിംഗ് സ്റ്റൈലിനൊക്കെ കുറിച്ചിട്ട് ആ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂണിറ്റ് 2ലേക്ക് വരുന്ന സമയത്ത് ആള് മെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് റിയലിസം, നമ്മളുടെ ആ ഒരു ലിറ്ററേച്ചറിൽ ആ ഒരു ലിറ്റററി ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള റിയലിസം എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടും അതിന്റെ സ്റ്റാർട്ടിങ്ങും ആൻഡ് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് യൂണിറ്റ് 2ലേക്ക് വരുന്നത്. കമ്മിങ് ടു യൂണിറ്റ് 3ലേക്ക് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ആ ഒരു ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു വർക്കില് തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ആണ്
നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആൻഡ് യൂണിറ്റ് 4 വരുന്ന സമയത്ത് ആ ഡ്രാമയുടെ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ആണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ബെർട്ടോൾ ബെർച്ചിന്റെ ദ ഗുഡ് വിമൺ ഓഫ് ദ സുഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു വർക്കാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആൻഡ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആ ഒരു ഓതറിന്റെ ലൈഫും ടൈം വർക്ക്സും ഒക്കെയാണ് വരുന്നത്. ആൻഡ് യൂണിറ്റ് 2 വരുന്ന സമയത്ത് പൊളിറ്റിക്സ്, സോഷ്യൽ ചേഞ്ച് ആൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് യൂണിറ്റ് 2 വരുന്നത്. യൂണിറ്റ് 3 അതിലെ മേജർ തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ആണ് വരുന്നത്. ആൻഡ് യൂണിറ്റ് 4 വരുന്ന സമയത്ത് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ പ്ലേ ആണ് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 3 വരുന്ന സമയത്ത് സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന ഒരു പ്ലേ ആണ് വരുന്നത്. സോ നിങ്ങൾ ഇത് വളരെ ഫേമസ് ആയിട്ട് കേട്ടിട്ടുള്ള വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ തൊട്ട് ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു വർക്ക് ആയിരിക്കും. മേ ബി നിങ്ങൾക്ക് എക്സാമ്പിൾ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഈ ഒരു വർക്കിനെ എങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് 1 വരുന്നത് വെയിറ്റിംഗ് ഫോർ ഗോദോ അവാൻ ഗാദെ പ്ലേ. അതായത് അവാൻ ഗാദെ എന്ന് പറയുന്നത് ആക്ച്വലി സംതിങ് ന്യൂ. അപ്പൊ നമ്മൾ ഇത്രയും കാലം ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രാമയാണ്. ജസ്റ്റ് നമുക്ക് പറയാം 2 ക്യാരക്ടർ മാത്രമുള്ള ഒരു ഡ്രാമയാണ് ഈ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്നത്. ഒരാളെ കാത്തു നിൽക്കുന്ന 2 ആളുകൾ, അതാണ് ഈ ഒരു ഡ്രാമ ഫുള്ളും. ആ ഒരു എൻറ്റയർ ഡ്രാമ എന്ന് പറയുന്നത് ഒരാളെ കാത്തു നിൽക്കുന്ന 2 പേര്, അവസാനം ആള് വരാത്ത പോലെ അങ്ങനെയൊക്കെ എൻഡ് ചെയ്യുന്ന ഒരു ഡ്രാമയാണ് ഈ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്നത്. സോ തിയേറ്റർ ഓഫ് ദ അബ്സേർഡിൽ വരുന്ന ഒരു ഡ്രാമയാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ. തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ആ ഒരു വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ് എന്താന്ന് പോലും അറിയാത്ത, ആ എക്സിസ്റ്റൻസ് എന്തിനാണെന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന സമയത്താണ് നമ്മളുടെ ഈ ഒരു തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. ഇനി എന്തിന് ജീവിക്കണം, ഇനി എന്താണ് നമ്മളുടെ ലൈഫിന്റെ ലക്ഷ്യം എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് വർക്ക് നമുക്ക് വരുന്നത്. എക്സിസ്റ്റൻഷ്യലിസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാമയാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ. യൂണിറ്റ് 3 വരുന്ന സമയത്ത് വെയിറ്റിംഗ് ഫോർ ഗോദോയിലെ മെയിൻ തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ആണ് വരുന്നത്. ആൻഡ് യൂണിറ്റ് 4 വരുന്ന സമയത്ത് വെയിറ്റിംഗ് ഫോർ ഗോദോ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ പ്ലേ ആണ്. ഇനി ബ്ലോക്ക് 4 വരുന്ന സമയത്ത് യുജി നൈനോസ്കോന്റെ റൈനോസറോസ് എന്ന് പറയുന്ന ഒരു പ്ലേ ആണ് വരുന്നത്, ഒരു ഡ്രാമയാണ് വരുന്നത്. ആൻഡ് യൂണിറ്റ് 1 എന്ന് പറയുന്നത് നമ്മളുടെ ആ ഓതറിന്റെ ലൈഫ്, ടൈം, മേജർ വർക്ക്സിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ആൻഡ് യൂണിറ്റ് 2 വരുന്ന സമയത്ത് ട്രാജഡി ആൻഡ് ഹീറോയിസം എന്ന് പറയുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് യൂണിറ്റ് 3 വരുന്ന സമയത്ത് മേജർ ആയിട്ടുള്ള തീംസും അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആൻഡ് യൂണിറ്റ് 4 വരുന്ന സമയത്ത് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ പ്ലേ. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു BEGC 113 മോഡേൺ യൂറോപ്യൻ ഡ്രാമ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ഓരോ ബ്ലോക്കും ഓരോ ഡ്രാമയാണ്. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു തീംസും സ്ട്രക്ചറും സ്റ്റൈലും അതിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഓരോ ബ്ലോക്കിലും പഠിക്കാൻ വരുന്നത്. ഇനി BEGC 114 പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. ഓക്കെ, സോ ഈ പോസ്റ്റ് കൊളോണിയലിസം എന്നുള്ള പറഞ്ഞിട്ടുള്ള തിയറി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ, നമ്മളെ കൊളോണിയലിസത്തിന് ശേഷം വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് ഇതിലൊക്കെ വരുന്ന മെയിൻ കോണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി ബ്ലോക്ക് 1 വരുന്ന സമയത്ത് നദീൻ ഗോഡിമന്റെ ജൂലൈസ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു നോവലാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആൻഡ് അതിന്റെ യൂണിറ്റ് 1 എടുത്ത് നോക്കുന്ന സമയത്ത് ആൻ ഇൻട്രൊഡക്ഷൻ ടു റൈറ്റിംഗ്സ് ഫ്രം സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നതാണ് നിങ്ങളെ യൂണിറ്റ് 1 വരുന്നത്. ആൻഡ് യൂണിറ്റ് 2 റീഡിംഗ് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ആൻഡ് യൂണിറ്റ് 3 സോഷ്യൽ കോൺഫിഗറേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ആൻഡ് യൂണിറ്റ് 4 വരുന്ന സമയത്ത് പ്രോബ്ലമറ്റൈസിങ് ജെൻഡർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ 4 യൂണിറ്റും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 2 വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് ആണ് പഠിക്കാനുള്ളത്. ആൻഡ് ഓരോ യൂണിറ്റ് എന്ന് പറയുന്നത് ഓരോ ഷോർട്ട് സ്റ്റോറിയാണ്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് കൊളോണിയൽ ഷോർട്ട് സ്റ്റോറികൾക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. സോ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ പോസ്റ്റ് കൊളോണിയൽ ഷോർട്ട് സ്റ്റോറി ആണ്. ആൻഡ് യൂണിറ്റ് 2 വരുന്ന സമയത്ത് ബെസി ഹെഡിന്റെ ദ കളക്ടർ ഓഫ് ട്രഷേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആൻഡ് യൂണിറ്റ് 3 വരുന്ന സമയത്ത് അമ അറ്റ് ഐഡോവിന്റെ ദ ഗേൾ ഹു ക്യാൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ ഗേൾ ഹു ക്യാൻ എന്ന് പറയുന്നത്.
ആൻഡ് യൂണിറ്റ് 4ലേക്ക് വരുന്ന സമയത്ത് ഗ്രേസ് ഒഗോട്ടിന്റെ ദ ഗ്രീൻ ലീവ്സ് എന്ന് പറയുന്ന ഒരു വർക്ക്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ് വരുന്നത്. മൂന്നും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഷോർട്ട് സ്റ്റോറീസ് തന്നെയാണ് കേട്ടോ. നിങ്ങളെ മെയിൻ ടെക്സ്റ്റ് തന്നെ വായിക്കുക. ഷോർട്ട് സ്റ്റോറികളുടെയും ഈ ബാക്കി പോയിന്റ്സ് ഒക്കെ നിങ്ങൾ മെയിൻ ടെക്സ്റ്റ് തന്നെ വായിക്കുക. ഈ സമ്മറിയിലേക്ക് ഒന്നും അധികം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം ഷോർട്ട് സ്റ്റോറീസും പോയിന്റ്സും ഒക്കെ നിങ്ങൾക്ക് മെയിൻ ടെക്സ്റ്റ് വായിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈവൻ നിങ്ങൾ നോവലും ഡ്രാമയും അതൊക്കെ ഫുള്ള് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമ്മറീനെ ഡിപ്പെൻഡ് ചെയ്യാതെ മെയിൻ ആയിട്ടുള്ള വരുന്ന ടെക്സ്റ്റുകൾ തന്നെ എടുത്ത് വായിക്കാൻ നോക്കുക. അപ്പൊ ഈ വരുന്ന ഷോർട്ട് സ്റ്റോറി നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഷോർട്ട് സ്റ്റോറീസ് എന്തായാലും നിർബന്ധമായും നിങ്ങൾ ആ ഒറിജിനൽ ടെക്സ്റ്റ് തന്നെ വായിച്ചിരിക്കുക കേട്ടോ. ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 1 ആൻ ഇൻട്രൊഡക്ഷൻ ടു പോയട്രി ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ സ്പേസ്. സോ പോസ്റ്റ് കൊളോണിയൽ ആ ടൈം പീരീഡിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള പോയട്രികൾക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അതിൽ ജനറൽ ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ വരുന്ന കോമൺ തീംസ്, അതൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ടാവും. ആ ഒരു ടൈം പീരീഡിൽ എഴുതി വന്നിട്ടുള്ള പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്തെങ്കിലുമൊക്കെ അതിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും ഈവൻ തീംസും എല്ലാം കുറെ സിമിലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. സോ അതിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങളുടെ യൂണിറ്റ് 1 എന്ന് പറയുന്നത്. ആൻഡ് യൂണിറ്റ് 2ലേക്ക് വരുന്ന സമയത്ത് പാബ്ലോ നെറൂഡയുടെ ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ വേ സ്പെയിൻ വാസ്. സോ ഈ ഒരു രണ്ട് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് യൂണിറ്റ് 2ലേക്ക് വരുന്നത്. പാബ്ലോ നെറൂഡ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ അവരുടെ രണ്ട് വർക്ക് ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ വേ സ്പെയിൻ വാസ്, ഇതൊക്കെ ആ ഒരു പോസ്റ്റ് കൊളോണിയൽ ആ ഒരു കൊളോണിയലൈസ്ഡ് ആയിട്ടുള്ളതിന് ശേഷം വരുന്ന ആ ഒരു പീരീഡില് അവർ എഴുതിയിട്ടുള്ള വർക്ക്സ് ആണ്. സോ മേജർ ആയിട്ടും ആ ഒരു കൊളോണിയലിസം എന്നുള്ള ഒരു തീമിനെയൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ആ ഒരു വർക്കും വരുന്നുണ്ടാവുക. ആൻഡ് യൂണിറ്റ് 3ലേക്ക് വരുന്ന സമയത്ത് ഡെറക് വോൾക്കോട്ടിന്റെ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക നെയിംസ് എന്ന് പറയുന്ന ഒരു രണ്ട് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിലും വരുന്നത്. മേജർ ആയിട്ട് നമുക്ക് ആ ഒരു കൊളോണിയലിസത്തിലൊക്കെ പെട്ടുപോയിട്ടുള്ള ആ കുറെ കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസിനൊക്കെ അവിടെയുള്ള ഓതേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതലും പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലൊക്കെ നമുക്ക് പഠിക്കാൻ വരുന്നത്. കാരണം അവരുടെ സഫറിങ്ങും അവർ ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു സബ്ജുഗേഷൻ ഒക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ പഠിക്കാൻ വരുന്നത്. ആൻഡ് യൂണിറ്റ് 4 എടുത്ത് നോക്കുന്ന സമയത്ത് ഡേവിഡ് മലോഫിന്റെ റിവോൾവിംഗ് ഡേയ്സ്, വൈറ്റ് ലെമൺസ്, ഈ രണ്ട് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ലാസ്റ്റ് യൂണിറ്റിൽ പഠിക്കാൻ വരുന്നത്. സോ ഇങ്ങനെയാണ് നിങ്ങൾ ആ പോയട്രി ബ്ലോക്ക് 3 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡ്രാമയാണ് പഠിക്കാൻ വരുന്നത്. വിജയ് ടെണ്ടുൽക്കർസ് ഗഷിറം കൊക്വൽ എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആൻഡ് യൂണിറ്റ് 1 എന്ന് പറയുന്നത് തിയേറ്റർ ഇൻ ഇന്ത്യ. സോ ഇതൊരു ഇന്ത്യൻ ഓതർ ആണ്, ഒരു ഇന്ത്യൻ വർക്ക് ആണ് കേട്ടോ ഇത്. യൂണിറ്റ് 2ലേക്ക് വരുന്ന സമയത്ത് റീഡിങ് ഗഷിറം കൊട്വെൽ, ആളെ കുറിച്ചിട്ടുള്ള ഒരു ലൈഫും വർക്ക്സും ലിറ്റററി വർക്ക്സും ഒക്കെ അതുപോലെ തന്നെ റൈറ്റിംഗ് സ്റ്റൈലിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് യൂണിറ്റ് 2 വരുന്നത്. യൂണിറ്റ് 3ലേക്ക് വരുന്ന സമയത്ത് ആ ഒരു വർക്കിന്റെ ആ ഒരു ഡ്രാമയുടെ പ്ലോട്ട് ആൻഡ് ടെക്നീക്ക് ആണ് നിങ്ങൾക്ക് യൂണിറ്റ് 3 വരുന്നത്. ആൻഡ് യൂണിറ്റ് 4ലേക്ക് വരുന്ന സമയത്ത് തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ വരുന്നത്. സോ ഇതോടെ നിങ്ങളുടെ കോർ പേപ്പേഴ്സിന്റെ എന്തൊക്കെയാ പഠിക്കാൻ വരുന്നുള്ളത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ്സിന്റെ എന്തൊക്കെയാ പഠിക്കാൻ വരാനുള്ളത് നോക്കാം. സോ ഇതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് BE/GE 141 നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് പ്രോസ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ പേപ്പറിന്റെ പേര് വരുന്നത്. സോ ഇതിൽ ബ്ലോക്ക് 1 വെറൈറ്റീസ് ഓഫ് പ്രോസ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. സോ ഈ വെറൈറ്റി ഓഫ് പ്രോസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ടൈപ്സ് ഓഫ് പ്രോസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ്, നറേറ്റീവ്, അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് പ്രോസ് ആണ് നിങ്ങളുടെ ഓരോ യൂണിറ്റിലും നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് എസ്സേസ് ആണ്. അതിൽ കുറച്ച് ഓതേഴ്സ് ഒക്കെ വളരെ ഫേമസ് ആയിട്ട് വരുന്ന കുറച്ച് പ്രോ സ്റ്റൈൽ എഴുതിയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസും എസ്സേസുമാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക് 2 പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് കുറച്ച് മേജർ ആയിട്ട് വരുന്ന ബയോഗ്രഫീസും ഓട്ടോബയോഗ്രഫീസും ഒക്കെയാണ് നിങ്ങൾക്ക് പഠിക്കുക. എന്താണ് ബയോഗ്രഫി, എന്താണ് ഓട്ടോബയോഗ്രഫി എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ട് അതിന്റെ പിന്നാലെ തന്നെ കുറച്ച് ഗാന്ധിജി, അതുപോലെ തന്നെ നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള ആൻ ഫ്രാങ്ക്ലിൻ, ഇവരുടെ ഒക്കെ കുറച്ച് ഓട്ടോബയോഗ്രഫീസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഈ ബ്ലോക്ക് 3 മേജർ ആയിട്ട് പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഡയറീസും ലെറ്റേഴ്സും അതുപോലെ തന്നെ ട്രാവലോഗ്സും ഒക്കെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ ഒക്കെ ഈ ഒരു സെക്ഷൻ ബ്ലോക്ക് 4ലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ അണ്ടർസ്റ്റാൻഡിങ് പ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പറിൽ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് BE/GE 142 അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമയിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട്
ഫസ്റ്റ് എന്ന് പറയുന്ന ഡ്രാമയിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ഇപ്പൊ ഡ്രാമയിലെ മെയിൻ ആയിട്ട് വരുന്ന എലിമെന്റ്സ് എന്താന്നൊക്കെ നമുക്കറിയാം. ഒരു ഡ്രാമയിൽ പ്ലോട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, ഒരു സ്റ്റൈൽ ഉണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അങ്ങനെ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡ്രാമ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ബ്ലോക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ആർതർ മില്ലറിന്റെ ഒരു ഡ്രാമയെ കുറിച്ചിട്ട് ഇനിയാണ് പഠിക്കാനുള്ളത്. ഓൾ മൈ സൺസ് എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ് നിങ്ങൾക്ക് അതിൽ പഠിക്കാൻ വരുന്നത്. ആൻഡ് ഇത് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റ് ആദം മില്ലറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു മെയിൻ ആയിട്ട് ആ ഒരു ഓൾ മൈ സൺസ് എന്ന് പറയുന്ന ആ ഒരു വർക്കിന്റെ ഒരു ചെറിയ ഷോർട്ട് സമ്മറി, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ തന്നെ പിന്നെ വരുന്ന യൂണിറ്റിൽ നിങ്ങൾക്ക് അതിന്റെ തീംസ്, ക്യാരക്ടറൈസേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ, ഒരു ഡ്രാമയിൽ എങ്ങനെയൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ സെയിം പാറ്റേൺ തന്നെയാണ് ഈ ഒരു ബ്ലോക്ക് 2ലും നിങ്ങളുടെ യൂണിറ്റും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് മോഹൻ രാകേഷിന്റെ ഹാഫ് വേ ഹൗസ് എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ് വരുന്നത്. ആൻഡ് ഇതും അതുപോലെ തന്നെ ഫസ്റ്റ് യൂണിറ്റിൽ ഓദറിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഷോർട്ട് സമ്മറി, ഇന്റർപ്രിട്ടേഷൻ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ മേജർ തീംസ്, ക്യാരക്ടറൈസേഷൻ, സ്റ്റൈൽ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ബ്ലോക്കിലെ യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് നുഗുവി വ തിയോഗോന്റെ ദ ട്രയൽ ഓഫ് ഡിഡൻ കിമാത്തി എന്ന് പറയുന്ന ഒരു വർക്ക്, ഒരു ഡ്രാമയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് 4ൽ വരുന്നത്. അതും ഇതുപോലെ തന്നെ ആക്ച്വലി ഇതൊരു കെനിയൻ ഓതർ ആണ് കേട്ടോ. ഈ കെനിയൻ ഓതർ ആയതുകൊണ്ടാണ് ഈ പേരിന്റെ ഇടയ്ക്ക് കുറെ കുത്തും തോമയൊക്കെ വന്നിട്ട് ഒരു പ്രത്യേക സ്റ്റൈല് കിടക്കുന്നത്. അപ്പോ ഇത് ബാക്കിയുള്ള പോലെയല്ല, കുറച്ച് പ്രൊണൗൺസിയേഷൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു പേരാണ്. അപ്പൊ ഇതും ഒരു കെനിയൻ നോവലാണ്. ഇത് സോറി, ഒരു നോവലിസ്റ്റ് ആണ് വരുന്നത്. ആൻഡ് ഈ ഒരു ബ്ലോക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് മേജർ ആയിട്ട് ആ ഒരു ഓതറിന്റെ ലൈഫ്, ലിറ്റററി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മേജർ തീംസും ക്യാരക്ടറൈസേഷനും അതിന്റെ ഒരു സമ്മറി പോലെയാണ് ഈ ഒരു ബ്ലോക്കിലും വരുന്നത്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പോയട്രി എന്നുള്ളത്, അണ്ടർസ്റ്റാൻഡിങ് ദ പോയട്രി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നെക്സ്റ്റ് പേപ്പർ വരുന്നത്. BEGE 143 ആണ് ഇതിന്റെ പേപ്പർ കോഡ് വരുന്നത്. സോ ബ്ലോക്ക് 1 എന്ന് പറയുന്നതിൽ ബ്രിട്ടീഷ് പോയട്രി ആണ് വരുന്നത്. സോ ബ്രിട്ടീഷ് പോയട്രിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് ആ പോയട്രിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, ബ്രിട്ടീഷ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ വരുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിലൊക്കെ കേട്ടിട്ടുണ്ടാവും മെറ്റാഫിസിക്കൽ പോയട്രി, പോയറ്റ്സ്, നമ്മൾ ജോൺ ഡോൺ, വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സോ അതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ ബ്രിട്ടീഷ് പോയട്രിയിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് അമേരിക്കൻ പോയട്രിയിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കുറച്ച് അമേരിക്കൻ ഓതേഴ്സിന്റെ വർക്ക്സ് ആണ് വരുന്നത്. റോബർട്ട് ഫ്രോസ്റ്റ്, അതുപോലെ തന്നെ വില്യം കാരോൾസ്, വലസ് സ്റ്റീഫൻസ്, ഇവരുടെ ഒക്കെ പോയിംസ് ആണ്, ഫേമസ് ആയിട്ടുള്ള കുറച്ച് പോയിംസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കിൽ മേജർ ആയിട്ട് പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി. സോ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് കുറെ കേട്ട് പരിചയമൊക്കെ ഉള്ള ഓതേഴ്സിന്റെ ഒക്കെ പോയിംസ് പഠിക്കാനുണ്ടാവും. AK രാമാനുജൻ, അതുപോലെ തന്നെ നിസം എസിക്കിയൽ, ഇവരുടെ ഒക്കെ പോയിംസ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാൻ വരും. ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റും ഓരോ പോയിറ്റ്സും അവരുടെ വർക്ക്സുമാണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് പോയട്രി ഫ്രം ദ മാർജിൻസ് എന്ന് പറയുന്ന അറിയാലോ, നമ്മളുടെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആൾക്കാർ. അതായത് ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഈ കാസ്റ്റ് ഒക്കെ നോക്കി താഴ്ന്ന കാസ്റ്റിലേക്കൊക്കെ വരുന്നവർക്ക് അവര് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഒക്കെ അനുഭവിച്ച ആൾക്കാരാണല്ലോ. സോ അവരുടെ മേജർ ആയിട്ടുള്ള പോയട്രീസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് പോയട്രി എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിന്റെ അകത്ത് വരുന്ന പോർഷൻസ്. ആൻഡ് BEGE 144 അണ്ടർസ്റ്റാൻഡിങ് ദ നോവൽ എന്ന് പറയുന്ന ലാസ്റ്റ് പേപ്പറിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഓരോ അതിൽ മെയിൻ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നോവൽ ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ്. നോവലിനെ ബേസ് ചെയ്തുള്ള ഇൻട്രൊഡക്ഷൻ, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, എവിടുന്നാണ് നോവൽ എന്ന് പറയുന്ന ഒരു സാധനം ഒറിജിൻ വരുന്നത് എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് കേറ്റ് ചോപ്പിന്റെ ദ അവേക്കനിങ് എന്ന് പറയുന്ന ഒരു നോവലാണ് പഠിക്കാനുള്ള. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് ദ അവേക്കനിങ്. സോ ഈ നോവലും അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ തന്നെ ലിറ്റററി കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കിന്റെ അണ്ടറിൽ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് ഗോമിതാൻ മൊഹന്തിന്റെ പരജ എന്ന് പറയുന്ന ഒരു നോവലാണ് ഈ ഒരു ബ്ലോക്ക്
വരുന്നത് ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആദ്യം നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ഓതറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കി കണ്ട പോലെ തന്നെ ഒരു അനലൈസിസ്, ഇന്റർപ്രിട്ടേഷൻ, ക്യാരക്ടേഴ്സ്, തീംസ് ഒക്കെയാണ് പിന്നെ ഓരോ യൂണിറ്റിൽ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ചിനു അച്ചീബിന്റെ തിങ്സ് ഫോൾ അപ്പാർട്ട്. വളരെ ഫേമസ് ആയിട്ട് നിങ്ങളിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയേഴ്സിലൊക്കെ തൊട്ടിട്ട് തന്നെ കേൾക്കുന്ന ഒരു വർക്കാണ് ചിനു അച്ചീബിന്റെ തിങ്സ് ഫോൾ അപ്പാർട്ട്. ഏതൊരു ലിറ്റററി സ്റ്റുഡന്റും വായിച്ചിരിക്കേണ്ട ഒരു നോവൽ കൂടിയാണ് തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. സോ ഇതിന്റെ ടെക്സ്റ്റ് നിങ്ങൾ മെയിൻ ടെക്സ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ നോവൽ ഒന്ന് എടുത്ത് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിക്കുക. സോ ഇതിനെ ഈ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ബ്ലോക്കിൽ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്ന പേപ്പേഴ്സ്. നിങ്ങൾക്ക് ടോട്ടൽ 8 പേപ്പേഴ്സ് ആണ് വരുന്നത്. ആൻഡ് ഡിവിഷൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കോർ പേപ്പേഴ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസിപ്ലിൻ, സ്പെസിഫിക് ഇലക്ടീവ്സ്, ഇങ്ങനെയാണ് നിങ്ങളുടെ 8 പേപ്പറും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്.